Hi, welcome to Cook with Romana. ആദ്യത്തെ വ്ളോഗ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. ഇതെൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. ഇത് ആഫ്റ്റർനൂൺക്ക് ശേഷമുള്ള വ്ളോഗാണ്, ഡിന്നർ വ്ളോഗ്. അതിൽ ഒരു ടീ സ്നാക്കും ബട്ടർ ചിക്കൻ ആൻഡ് നാൻ, പിന്നെ ഞങ്ങളൊന്ന് ഷോപ്പിംഗ് പോകുന്നതും പിന്നെ കുട്ടികളെല്ലാം കൂട്ടി അടുത്തുള്ളൊരു പാർക്ക് പോകുന്നതും കൂടിയായിരിക്കും ഈ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ പ്രസ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിന്ന് ചായക്ക് കടി അച്ചപ്പാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയുന്നില്ല. അച്ചപ്പം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണല്ലോ. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്, കാരണം ഞങ്ങൾ പാർക്ക് പോകാൻ നിൽക്കുകയാണ്. കുട്ടികൾ അവിടെ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചായ കുടിച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ ചായയും കുടിച്ചു വെച്ച് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞാനും ഹസ്ബൻഡും കുട്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. ബ്രദർ വരണില്ല പറഞ്ഞു, ബ്രദർ വീട്ടിലാണ്. ഇത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് വ്ളോഗിൽ കാണിച്ച വാക്കിംഗ് ഏരിയൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ്. ഇത് ഓപ്പൺ പാർക്കാണ് ആക്ച്വലി, ബട്ട് ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ കുറേ വെഹിക്കലുണ്ട്. ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി. പക്ഷേ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക്, ഗ്ലൗസ് എല്ലാവരും തന്നെ ചെയ്തു തുടങ്ങി. നല്ല വെള്ളമൊക്കെ ഉണ്ടായിട്ട് നല്ല ക്ലൈമറ്റാണ്, നല്ല ഒരു കോൾഡൊക്കെ ഉണ്ട്. ഇവിടെ വലിയ കാര്യമായിട്ട് വലിയ പാർക്കൊന്നുമല്ല. ഇതൊരു ഫാമിലി ഏരിയ ആയതുകൊണ്ട് ചെറിയ വാക്കിംഗ് ഏരിയ ആണ് ആക്ച്വലി, അങ്ങനെ പറയാം. പാർക്ക് എന്നൊന്നും വിളിക്കാൻ പറ്റൂല. ഇത് വാക്കിംഗ് ട്രാക്കൊക്കെയാണ്. പിന്നെ മോൻ അവിടെ പ്ലേ ഏരിയ ഉണ്ട്. ഞങ്ങൾ പൊതുവെ പണ്ട് വരുന്നുണ്ടായിരുന്നു ലോക്ക്ഡൗണിൻ്റെ മുമ്പ്. ഇവിടേക്ക് എൻ്റെ കാലം മുമ്പ് ഓടി എത്തുകയാണ് മോന്. ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നത് കാണാം. ഇത് അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്ത് കാരണം മാർക്ക് ചെയ്തതാണ്, ഓരോരോ ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാര്യമായിട്ട് ക്രൗഡൊന്നും ഇവിടെ ഉണ്ടാവില്ല. നടക്കാനുള്ള ഒരു ഫാമിലി അങ്ങനെ മാത്രമേ വരണുള്ളൂ. ലോക്ക്ഡൗണിൻ്റെ മുന്നൊക്കെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടികളൊന്ന് പുറത്ത് കൊണ്ടുവന്ന് ഒരു 10-20 മിനിറ്റ് കളിച്ചിട്ട് പോവുമായിരുന്നു. ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോൻ ഭയങ്കര ഹാപ്പിയാണ്. മോൻ എൻ്റെ കാലം മുമ്പ് ഓടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇത് ഓപ്പൺ അല്ല. ആകെ വിഷമായി മോൻക്ക്. അപ്പോൾ പിന്നെ മോൻ അവിടെ തന്നെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇവിടെ മാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നിരുന്നു, ചെറിയ മോനും ഞാനും. അപ്പോൾ മോൻ അവിടെ ഓടി കളിക്കുന്ന കാണുമ്പോൾ ചെറിയ മോനൊക്കൊന്ന് ഇറങ്ങണമെന്നുണ്ട്. അവനും പിന്നെ അവൻ്റെ ഷൂ ഒക്കെ എടുത്തു കൊടുത്തു ഞാൻ. മൂത്ത മോൻ അവിടെ തന്നെ തിരിഞ്ഞ് കളിക്കാൻ എൻ്റെ അടുത്ത് ചാവി കൊണ്ടുവരേ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇളയ മോന് പിന്നെ ലോക്ക്ഡൗണിന് മുമ്പ് വന്നതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അന്ന് അവന് 1 ഇയറും കംപ്ലീറ്റ് അല്ലായിരുന്നു. ഇപ്പോൾ 1 ഇയർ 2 മന്ത്സ് ആയിട്ടുള്ളൂ. മോന് ആദ്യമായിട്ട് പുറത്ത് വന്ന് ഇപ്പോൾ ഉള്ള ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നേരം മോനിങ്ങനെ നടന്നു. നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ അവൻ കുറേ നേരം നടക്കുകയും ചെയ്തു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഹ്യൂമിഡിറ്റി കൂടി വന്നു തുടങ്ങി. എന്നാലും ഞങ്ങൾ 1 അവറിൻ്റെ മുകളിൽ തന്നെ നല്ല കുറച്ച് റിലാക്സ് ആയി കുട്ടികളൊക്കെ. ആൾക്കാരൊക്കെ ചെറുതായിട്ട് വാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കുറച്ച് കൂടി തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളും പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് റിലാക്സായി. കുട്ടികളെ ഞങ്ങൾ ബ്രദറിൻ്റെ ഒപ്പം വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ലുലു പോവും. അവിടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ചെറുതായിട്ടൊക്കെ അവിടെ ഓഫർ ഉണ്ട്. അത് എനിക്ക് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാം. ഇനി ലുലു കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കും. ഉറപ്പൊന്നും പറയുന്നില്ല, അവർ ഷൂട്ടൊന്നും ചെയ്യാൻ സമ്മതിക്കണില്ല റീസെൻ്റ്ലി. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കാണാം. ഞങ്ങൾ കുട്ടികളെ ബ്രദറിൻ്റെ ഒപ്പം ആക്കി അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് വന്നു. ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ല, ബട്ട് അപ്പം തന്നെ വാഷ് ചെയ്യും. ഞാനിപ്പോൾ പോയിട്ട് നമ്മളിതും കൂട്ടി വാഷ് ചെയ്യും. ഇത് മുഷ്രിഫ് മോളാണ്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മോളാണ്. ഇതിൻ്റെ 2nd ഫ്ലോറിലാണ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ നോക്കി അടുത്ത ഷോപ്പിലൊക്കെ കയറി ആവശ്യമുള്ളതൊക്കെ നോക്കും. ബട്ട് ഇപ്പം അങ്ങനെയല്ല, അങ്ങനെയൊന്നും കയറുന്നില്ല. ആവശ്യമുള്ളതിന് മാത്രം വന്ന് പോവാണ്. ഇവിടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ്, പക്ഷെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ട്. അവർ വൺ ബാച്ച് ഇന്നും 1 ബാച്ച് ഔട്ടാക്കിയിട്ടാണ് ആൾക്കാരെ ഉള്ളിൽ കയറ്റുന്നത്. 10 മിനിറ്റോളം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന്.
അവിടെ മാസ്കും ഗ്ലൗസൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളിൽ കയറ്റുന്നത്. ഞങ്ങൾ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി. ഞാനിപ്പോൾ കാണിക്കുന്ന റൈസ് ഒരു ജീബ ബസ്മതി റൈസാണ്. ഇത് ഞാൻ മുമ്പേ യൂസ് ചെയ്യുന്ന ഒരു റൈസാണ്. ഇതിന് ആക്ച്വലി കോസ്റ്റ് ഒരു 37-40 ദിറംസ് ഒക്കെയാണ്. ഇപ്പോൾ ഇത് ലുലുവിലൊരു ഓഫറാണ് 20 ദിറംസിന്. നല്ല റൈസാണ്, നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല റൈസാണ്. നോമ്പ് പെരുന്നാൾ സമയത്തും ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ മേടിച്ച് വെച്ചിരുന്നു 2-3 പാക്കറ്റ്. പിന്നെ ഞാൻ പാത്രകല സെക്ഷന് വന്നു. അവിടെ ഒരു അപ്പച്ചമ്പ് ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ അത് പുറത്താണ് ഓഫർ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ വെജിറ്റബിൾ സെക്ഷന് വന്ന്, വെജിറ്റബിൾ സെക്ഷന് വരുമ്പോൾ അങ്ങനെയാണ്, ഒരു ബാച്ച് ഉള്ളാക്കി ഒരു ബാച്ച് ഔട്ടാക്കുകയാണ് അവർ. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പോകാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് നിന്നിട്ടാണ് എന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറേ സ്ഥലമൊന്നും ഹസ്ബൻഡ് കവർ ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഇവിടെ കുറേ സ്റ്റാഫും ഇല്ല. പണ്ടൊക്കെ നല്ല സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഒരാളൊക്കെ ഉള്ളൂ. പിന്നെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ തന്നെ റൗണ്ട് അടിച്ച് തപ്പി പിടിക്കണം. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കുറേ സാധനം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ലേബിളൊക്കെ അടിക്കുമ്പോഴും അവരെന്നെ ഹെൽപ്പ് ചെയ്യലായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഞങ്ങൾ സെൽഫ് സർവീസ് തന്നെ ചെയ്യലാണ്. അവരൊന്നും ഞങ്ങൾ അടുത്ത് വരാൻ പറ്റാത്ത കൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ 50% സ്റ്റാഫേ ഉള്ളൂ, 100% സ്റ്റാഫൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് ഞാൻ വിചാരിക്കണം. ആരെയും കാണാനില്ല. പിന്നെ കൗണ്ടേഴ്സും കുറവാണ് എല്ലാത്തിൻ്റെയും. ഈവൻ ക്യാഷ് കൗണ്ടർ എല്ലാത്തിൻ്റെ കൗണ്ടറും കുറവാണിപ്പോൾ. അതിനുശേഷം എനിക്ക് സ്പൈസസ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. നല്ല ജീരകം, വലിയ ജീരകമൊക്കെ അങ്ങനെയുള്ള സാധനമൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പാസ്ട്രി, കേക്ക്സ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ പോയി ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു. അവിടെയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ കുറച്ചുകൂടി ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ക്യാഷ് കൗണ്ടറിലേക്കും പോണത്. അതും പെട്ടെന്ന് തന്നെ ആയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ഹാഫ് ആൻ അവറിൽ ചെയ്യുന്ന ഷോപ്പിംഗ് ഇപ്പോൾ 1 അവറിൻ്റെ മുകളിലെടുക്കും. അവിടെ ക്യൂ നിന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കുട്ടികളെ പിന്നെ മോളിൽ കയറ്റാൻ പറ്റൂല. കുട്ടികളെ കൊണ്ടുവരാതിരിക്കുന്നത് തന്നെ നല്ലത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ടൈം എടുത്തു. ഡിസ്റ്റൻസ് വെച്ച് ഷോപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് നല്ല ടൈം എടുക്കും. ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഷൂട്ടിങ് ചെയ്യാൻ പറ്റണില്ല. ഉള്ളിൽ നിന്ന് കാര്യമായിട്ട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല. പറ്റുന്നത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. വെജിറ്റബിൾസ് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോകണം. ഞങ്ങൾ ഡിന്നറൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വിശേഷങ്ങൾ കാണാം. ഞാൻ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വെച്ചു. പിന്നെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ നാൻക്കുള്ള ഡോ റെഡിയാക്കുകയാണ്. ഞാൻ ഡോ മേക്കറിലാണ് റെഡിയാക്കുന്നത്. ഈവൻ ഞങ്ങൾക്ക് രാത്രിക്ക് ചപ്പാത്തിയാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് വന്ന ചപ്പാത്തി മാവ് കുഴച്ചുണ്ടാക്കൽ. അപ്പോൾ ഞാൻ മേടിച്ചതായിരുന്നു ഡോ മേക്കർ. അതെന്തായാലും ഇപ്പോൾ നല്ല ഉപയോഗമായിട്ടുണ്ട് എനിക്ക്. ഇതിൽ ഞാൻ ചപ്പാത്തി മാത്രമല്ല പത്തിരി, പൊറോട്ട ഒക്കെ ചെയ്യും. മലബാറിൽ പത്തിരി ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ചൂടോട് നമ്മൾ കയ്യിൽ ചാമ്പുന്നത് അതുപോലൊന്നും നല്ല പെട്ടെന്നാവുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റായി റെഡിയാവും. നമ്മൾ പിന്നെ കയ്യിൽ ചാമ്പിയിൽ ഒരിക്കലും ഇത്ര സോഫ്റ്റ് ആവില്ല. അത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് നേരം. പിന്നെ ബട്ടർ ചിക്കനിലുള്ള മസാല ഞാൻ റെഡിയാക്കി. ഇതിൽ എല്ലില്ലാത്തതാണ് പൊതുവെ എടുക്കൽ ബട്ടർ ചിക്കൻക്ക്. പക്ഷേ എനിക്ക് എല്ല് വേണമായതുകൊണ്ട് ഞാൻ 2 കഷ്ണം എല്ലുള്ളത് ഇട്ടിട്ടുണ്ട്. അതിൽ നോർമൽ ഞങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസൂരി മേത്തി, തൈരിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഞങ്ങൾ കയ്യിൽ തന്നെ മിക്സ് ചെയ്യണം. ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കണ കൊണ്ട് അതിന് സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. കയ്യിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ചില പേര് പറയും ഗ്ലൗസ് ഇട്ടൂടെ, സ്പൂണിൽ ചെയ്തിട്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ വീട്ടുകാർക്ക് ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എണ്ണ കുറച്ചെടുത്താൽ മതി. എത്ര ആവശ്യമുണ്ട് അത്ര എണ്ണ ചൂടായ ശേഷം ഞാൻ ചിക്കൻ പീസൊക്കെ അതിലിട്ട് കൊടുത്ത്. ഇതിലൊരു 2-3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഏത് പാത്രത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കണം ആ പാത്രം തന്നെ എടുക്കണം. കാരണം പിന്നെ ഞങ്ങൾ പാത്രം മാറ്റൂല. 2-3 സ്റ്റെപ്പും പാത്രം ക്ലീൻ ചെയ്യാതെയാണ്, അതായത് കഴുകാതെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് നോൺ സ്റ്റിക്ക് പാത്രം പ്രിഫർ ചെയ്യില്ല. നോൺ സ്റ്റിക്ക് പാനൊന്നും പ്രിഫർ ചെയ്യില്ല. കാരണം അതിന് ടേസ്റ്റ് ഞങ്ങൾ സ്റ്റീൽ പാത്രയോ അല്ലെങ്കിൽ അലുമിനിയം ഉണ്ടാക്കാൻ പാടില്ല പറയും. പക്ഷേ അത് ടേസ്റ്റ് അതിന് വേറെ തന്നെയാണ്. ഇല്ലെങ്കിൽ മൺപാത്രം മതി. എൻ്റെ അടുത്ത് ഇത്ര വലിയ മൺപാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ മൺപാത്രമാണ് ഉള്ളത്.
ഇതിൽ ഇങ്ങനെയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്ന എങ്ങനെ പറഞ്ഞു, ഇതിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യും. ആ സ്റ്റിക്ക് ചെയ്യുന്നത് നല്ല മുറിഞ്ഞിട്ട് നെക്സ്റ്റ് ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ അതിൽ കവറാവും. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതിലുള്ളതൊന്നും ഓയിലല്ല, നിങ്ങൾ വെള്ളം കൂടിയാണ് ഇത് പുറത്ത് വരുന്നത്. ചിക്കനിലുള്ള വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നത്. ചില പേര് ഫ്രൈ ചെയ്യാതെയും ബട്ടർ ചിക്കൻ ഉണ്ടാക്കും. അപ്പം ചിക്കനൊക്കെ മസാലയിൽ ഇറങ്ങി ആകെ രസം ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് ഫ്രൈ ആയാൽ മതി, മുറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആ ചിക്കനൊക്കെ ഇതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരും. ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അതിനിടയ്ക്ക് ഞാൻ വന്ന കുട്ടികളെ നോക്കുമ്പോൾ ഭയങ്കര കലിയാണ്. മോനൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയാണെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം നല്ല ഹാപ്പി ആവും. വയറ് ഫുള്ളായത് കൊണ്ട് കുറച്ച് ഹാപ്പി ആവും. പിന്നെ ഇപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത്. കുറച്ച് അവർ പിന്നെ കുളിച്ചിട്ടൊക്കെ അവിടെ കളിക്കണം കൊണ്ട് പിന്നെ കാര്യമായിട്ട് ചൂടുണ്ടാവില്ല. പിന്നെ പകലൊക്കെ ഉള്ളിൽ തന്നെ ഇരിക്കലാണ്, പുറത്ത് അവർ തന്നെ ഇറങ്ങൂല. നല്ല ചൂടായിരിക്കും, നല്ല പൊള്ളുന്ന ചൂടാവും. പിന്നെ ഇവിടെ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് എപ്പോഴും വണ്ടിയൊക്കെ പോകുന്നത് കൊണ്ട് അതിൻ്റെ ചൂട് വേറെ തന്നെയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ നാണത്തിലതൊക്കെ പരത്തി എടുത്ത് വെക്കും. കാരണം എൻ്റെ സ്റ്റവിൻ്റെ അടിയിൽ ഓവൻ ഉണ്ട്, അതിൽ തന്നെ ഞാൻ വെക്കൽ. അതിനിടയ്ക്ക് എൻ്റെ ചിക്കൻ ഫ്രൈ ആയി. ആ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അത് ഞാൻ കോരിയെടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ 2 ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ സൈഡിൽ ആ സ്റ്റിക്ക് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതൊന്നും കരിഞ്ഞു പോയതൊന്നുമല്ല കേട്ടോ. അത് അങ്ങനെ സ്റ്റിക്കാവും. ഞങ്ങൾക്ക് വെച്ച് സ്റ്റിക്കാവണം നല്ലതാണ്. അതൊക്കെ മിക്സ് ചെയ്തെടുക്കണം ഞങ്ങൾ. അത് ഇനിയും സ്റ്റിക്കാവാൻ വിട്ടാൽ ഇത് കരിഞ്ഞു പോകും, അപ്പോൾ സ്മെല്ല് മാറും. പിന്നെ ഒരു 2 ടൊമാറ്റോ 2 പച്ചമുളകും കൂടി ഇട്ടെടുക്കുക. അതും അപ്പോഴും അങ്ങനെയാണ്, സൈഡിലുള്ളതൊക്കെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അത് പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഞങ്ങൾ മസാലയ്ക്ക് ഉപ്പിട്ടിട്ടില്ല, ചിക്കനിൽ മാത്രം ഉപ്പിട്ട്, ചിക്കനിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നല്ലോണം മിക്സ് ചെയ്ത് ലിഡിട്ടിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തണുക്കാൻ വെക്കണം, മറക്കരുത്. 10 മിനിറ്റ് തണുക്കാൻ വെച്ചിട്ട് തന്നെ വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മേലേക്ക് പൊട്ടിത്തെറിക്കും. ഗ്രൈൻഡർ എടുത്ത ശേഷം ഞാൻ 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. സെയിം പാത്രം തന്നെ, കഴുകാൻ പാടില്ല പാത്രം മാറ്റാനും പാടില്ല. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് എടുത്താലും മതി. പിന്നെ ഞങ്ങൾ പേസ്റ്റ് ചെയ്യുന്നത് നല്ല കാണുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല സ്മൂത്തായി പേസ്റ്റ് ചെയ്തെടുക്കണം, പോഴ്സ് ആവാൻ പാടില്ല. അതും അങ്ങനെ ഞങ്ങൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിലുള്ള സൈഡിലുള്ളതൊക്കെ കൺസിസ്റ്റൻസി നോക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മിക്സിൻ്റെ പാത്രത്തിലുള്ള വെള്ളം തന്നെ മതിയാവും. അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് കൊടുക്കുക. നിർബന്ധമില്ല, ബട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ആ ടേസ്റ്റ് വരാൻ മെയിൻ കാരണം അതാണ്. പിന്നെ ചിക്കനും ഇട്ടിട്ട് ഞങ്ങൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഞങ്ങൾ വേവിക്കണം. കാരണം നേരത്തെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് ചിക്കൻ മുക്കാൽ വെന്തിട്ടുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് വെങ്കുമ്പോൾ ഫുള്ളാവും. പിന്നെ ഇതിൽ ഞങ്ങൾ പൊതുവെ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കൽ. ഇവിടെ ഞാൻ ഫ്രഷ് ക്രീം അല്ല, ഒരു 15 അണ്ടിപ്പരിപ്പും കുറച്ച് തൈരും ഇട്ടിട്ട് നല്ല ഗ്രൈൻഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമും ഇടുക. അതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ 1 കപ്പ് പാല് തളിച്ച ശേഷം അതിൽ 2 സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തണുത്ത ശേഷം ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഏതിട്ടാലും ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല. നമുക്ക് ഫ്രഷ് ക്രീം തന്നെ വേണമെന്നില്ല. ഫ്രഷ് ക്രീം ഇല്ല വെച്ചിട്ടാരും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാതിരിക്കണം എന്നില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൊറിയൻഡർ ലീവ്സ് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത്, പിന്നെ ഞങ്ങൾ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കുക. ഇത് ഞങ്ങൾ ജീര റൈസ്, ചപ്പാത്തി, തന്തൂർ റൊട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊപ്പം കഴിക്കുക. പിന്നെ ഏതിൻ്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ റൊട്ടിയൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ നമുക്ക് നല്ല വിശക്കായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മൂത്ത മോനെ ഞാൻ തന്നെ കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ചിക്കൻ ആകുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് ധൈര്യത്തിൽ കൊടുക്കും. കടിയൊക്കെ ആകുമ്പോൾ പിന്നെ കഴിക്കും. ചോറാണ് പിന്നെ കഴിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. സമയം എടുക്കുന്നുള്ളൂ. പിന്നെ ഇളയ മോന് അവൻ മാറിയിരുന്ന് കളിക്കലാണ്. കാരണം ഭക്ഷണം ആയതുകൊണ്ട് ഈ സൈഡിലേക്ക് അവൻ വരില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകിയെടുത്തു. പിന്നെയൊക്കെ വെച്ചാൽ പിന്നെ മടിയും ആവും, പിന്നെ അത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടും ആവും. അതിൻ്റെ ശേഷം ഞാൻ വെള്ളിയാഴ്ചക്കുള്ള
ഭക്ഷണത്തിന് മാരിനേഷനൊക്കെ ചെയ്തു. ഞാൻ നാളേക്ക് ജുർബേൻ റൈസാണ് ഉണ്ടാക്കൽ. ചിക്കൻ വെച്ചിട്ട് ബീഫ് വെച്ച് ഉണ്ടാക്കണം വിചാരിച്ചു, ബട്ട് നല്ല ബീഫ് ഇല്ലായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഞാൻ 1 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്താൽ മതി പൊതുവേ, പക്ഷേ ഞാൻ എല്ലാ മാരിനേഷനും ഓവർനൈറ്റ് ചെയ്യും. അപ്പോഴാണ് ഞങ്ങൾ ചിക്കൻ നല്ല ടെൻഡറായിട്ടും സോഫ്റ്റായിട്ടും മസാല ഒക്കെ നല്ല ഇതായിട്ടും ഉണ്ടാവില്ല. പിന്നെ ഇതിന് കുറേ ഫ്രൈഡ് ഓണിയൻ മാത്രമേ ഞങ്ങൾ ഇടണുള്ളൂ. പിന്നെ ഉള്ളി തക്കാളിയൊന്നും ഇതിൽ ഞങ്ങൾ വാട്ടണില്ല. അപ്പോൾ അതും ഞാൻ റെഡിയാക്കി വെച്ചു. അതൊരു നല്ല ഉറപ്പില്ല അടുപ്പ് മൂടി വെച്ചാൽ മതി. ഞങ്ങൾ സിപ്പ് ലോക്ക് കവറിൽ അങ്ങനെ വെച്ചാൽ മതി, ഒന്നും ആവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ പറഞ്ഞ ഓഫായി പോവും. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലിടാം. ഞങ്ങളെന്നും ബിരിയാണി കഴിച്ച് മടുക്കണേക്കാൾ നല്ലതാണ് ഞങ്ങൾ വേറെ വേറെ റൈസ് ഉണ്ടാക്കുക. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പണിയുമില്ല. ഇതിന് നല്ല പണി കുറവാണ്. അറേബ്യൻ കുറേ റൈസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാനിന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കും. മന്തി, കബ്സ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മന്തി, പല ആൾക്കാർ പല രീതിയിൽ ഉണ്ടാക്കും. അങ്ങനെ ഞാനൊരു 2-3 രീതിയിലൊക്കെ മന്തി ഉണ്ടാക്കും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൂടി 4 ഇനി എടുക്കുള്ളൂ. പിന്നെ 4 പണിയും കുറയും. പിന്നെ കുറേ നേരം കിച്ചണിൽ നിൽക്കുകയും വേണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.